ഓം ഗം ഗണപതയേ നമഃ. കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഭുവനേശ്വരി ദേവിയെക്കുറിച്ചാണ്. ഭുവനേശ്വരി ദേവിയുമായിട്ടുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മഹാഭുവനേശ്വരി ഭഗവാൻ പരമശിവന്റെ എല്ലാ ലീലാവിലാസങ്ങളുടെയും സഹചാരിണിയാകുന്നു. ദേവി നിഖില പ്രപഞ്ചത്തിൻ്റെയും ആദി കാരണമാകുന്നു. ദേവി എല്ലാ ശക്തികളുടെയും ഉറവിടവും സകലമാന ബ്രഹ്മാണ്ടത്തിനെയും പോഷണം ചെയ്യുന്നവളുമാകുന്നു. പൂർവാംനായത്തിലെ തൃതീയ വിദ്യയാകുന്നു ഭുവനേശ്വരി ദേവി ഉപാസനയിൽ അനേക മന്ത്രഭേദങ്ങൾ ഉണ്ടെങ്കിലും 3 മന്ത്രക്രമങ്ങൾ മുഖ്യമായി എടുക്കാറുണ്ട്. ഏകാക്ഷരി ഭുവനേശ്വരി, 2 ത്രയാക്ഷരി ഭുവനേശ്വരി, 3 പഞ്ചാക്ഷരി ഭുവന സുന്ദരി. ഭഗവാൻ ശിവൻ ലളിത എന്ന നാമധേയത്തോടു കൂടി ജഗദംബികയെ 2 ആപ്നായത്തിൽ വിഭജനം ചെയ്തിട്ടുണ്ട്. ഊർധ്വാംനായം, പൂർവാംനായം. ലളിതാ ശബ്ദം സുന്ദരി ശബ്ദത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ ത്രിപുര സുന്ദരിയായി എടുക്കുമ്പോൾ ദേവി ശ്രീ വിദ്യാ ലളിത എന്നറിയപ്പെടും. ലളിത എന്ന നാമം ഭുവനേശ്വരി രൂപത്തിൻ്റെ ബോധകമാകുമ്പോൾ അവിടെ ദേവി ഭുവനേശ്വരി ലളിത എന്ന് അറിയപ്പെടും. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്ന ലളിതാദേവി ഊർധ്വാംനായ ശ്രീ വിദ്യാലളിതയും ശ്രീദേവി ഭാഗവതത്തിൽ പറയുന്നത് മണിദ്വീപ നിവാസിനിയായ ശ്രീ ഭുവനേശ്വരി ലളിതയുമാകുന്നു. ഭുവനേശ്വരിയുടെ ഭൈരവൻ സദാശിവനും ചില സമ്പ്രദായങ്ങളിൽ അമൃതേശ്വരനും ചിലയിടത്ത് ഈശ്വരനുമാണ്. ഭുവനേശ്വരിയുടെ ഗണേശൻ ത്രൈലോക്യ മോഹന ഗണപതിയായും ചിലയിടത്ത് ശക്തി ഗണേശനായും എടുക്കാറുണ്ട്. ഭുവനേശ്വരിയുടെ ശിവൻ ത്രയംബകനും യക്ഷി ത്രൈലോക്യ മോഹിനി യക്ഷിയുമാണ്. ഭുവനേശ്വരിക്ക് പഞ്ചാംനായ പൂജയുണ്ട്. അതിൽ എല്ലാ ആംനായത്തിലും മന്ത്രഭേദങ്ങളുമുണ്ട്. എന്നാലും മേൽപ്പറഞ്ഞ 2 ആംനായകമാണ് പ്രധാനം. അതിൽ പൂർവാംനായ നായികയാണ് ഭുവനേശ്വരി ദേവി. ഭുവനേശ്വരിക്ക് വാമം ദക്ഷിണം 2 ക്രമത്തിലും അനുഷ്ഠാനമുണ്ട്. അതിൽ വാമമാർഗത്തിൻ്റെ കേരളീയ രൂപാന്തരമാണ് ശാക്തേയം. ശ്രീ ചക്രപൂജയിൽ ശാക്തേയ ദർശനത്തിൻ്റെ തന്നെ അധീശ്വരി ഭുവനേശ്വരി ആകുന്നു. ഹൃലേഖ, മായ, ലജ്ജ, ശക്തി, പ്രണവം തുടങ്ങി ഒട്ടനവധി നാമഭേദങ്ങളുമുണ്ട്. മഹാഭുവനേശ്വരി ബീജത്തിന് ശങ്കരാചാര്യർ പ്രപഞ്ചസാര തന്ത്രത്തിൽ പ്രണവത്തിന് തുല്യമായി ഭുവനേശ്വരി ബീജത്തെ കൽപ്പിച്ചു. മൂലകുണ്ടലിനി ശക്തിയെ ഏകാക്ഷരമായി സംബോധന ചെയ്യണമെങ്കിൽ അത് ഭുവനേശ്വരി ബീജം കൊണ്ട് ചെയ്യാം. ശരിക്കും ഈ ബീജമില്ലാതെ ശക്തി മന്ത്രങ്ങൾക്ക് തന്നെ അസ്തിത്വം ഇല്ല. അതിൽ നിന്നും ഭുവനേശ്വരി മഹത്വം വ്യക്തം. മന്ത്രരാജ്ഞിയായ ശ്രീ വിദ്യാമന്ത്രത്തിൽ തന്നെ ഈ ബീജം മാറ്റിയാൽ മന്ത്രത്തിൻ്റെ അസ്തിത്വം ഇല്ലാതാകും. ദക്ഷിണ കാളി വിദ്യ രാജ്ഞി മന്ത്രമെടുത്താൽ അതിൽ നിന്നും ഈ ശക്തി മാറ്റിയാൽ ആ മന്ത്രവും പൂർണ്ണത ഇല്ലാതാകും. ഭുവനേശ്വരി തത്വം എന്താണെന്ന് നോക്കാം. ഭുവനേശ്വരിയെ അറിയുന്നതിന് മുമ്പ് ഭുവനം എന്ന പദത്തിൻ്റെ അർത്ഥമറിയണം. ഭുവനം എന്നാൽ ലോകം. അങ്ങനെ നമ്മുടെ ശാസ്ത്രപ്രകാരം ഈ ബ്രഹ്മാണ്ടത്തെ മുഖ്യമായി 14 ഭുവനങ്ങൾ അഥവാ ലോകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ 7 ലോകങ്ങൾ ഭൂമിയുടെ താഴെയും അതല, വിതല, സുരല, രസാതല, തലാതല, മഹാതല, പാതാളത്തിലാണെങ്കിൽ 6 മുകളിലും, ഭൂമി, ഭുവ, അന്തരീക്ഷം, സുവ, ധ്രുവ, മണ്ഡപ്രദേശം, സ്വർഗം, മഹർ ലോകം അതായത് സിദ്ധലോകം, ജനലോകം അതായത് സനകാദി ഋഷിമാർ, തപോലോകം,
താപസികളുടെ വാസസ്ഥലം, വൈരാജ ദേവതാ നിവാസസ്ഥലം, സത്യലോകം എന്ന് വെച്ചാൽ ബ്രഹ്മലോകം. ഇങ്ങനെ 14 ഭുവനങ്ങളെ ബ്രഹ്മാണ്ടത്തെ വിഭജിച്ച് ആ ബ്രഹ്മാണ്ടത്തെ ഭരിക്കുന്ന മഹാശക്തിയാണ് ഭുവനസ്യ ഈശ്വരി, അതായത് ഭുവനേശ്വരി. ഇനി നമുക്ക് ഭുവനേശ്വരി ദേവിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഹിന്ദുമതത്തിലെ 10 മഹാവിദ്യ അല്ലെങ്കിൽ ശിവശക്തി ഭഗവതിമാരിൽ 4ാമത്തേതാണ് ഭുവനേശ്വരി. ലോക സൃഷ്ടിക്ക് രൂപം നൽകുന്നതിൽ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഘടകമായ പരാശക്തിയുടെ ഒരു വശം മാതൃദൈവം ഊർവരത തുടങ്ങിയ പ്രാചീന ആരാധകരുടെ പിന്തുടർച്ചയാണിത്. ത്രിഭുവനങ്ങളുടെ ഈശ്വരി, സർവ്വലോകങ്ങളുടെയും ദൈവമായ ഭഗവതി, പ്രപഞ്ച സൃഷ്ടാവായ മാതാവ്, ആദിപരാശക്തി, മഹാദേവിയുടെ അത്യുന്നതമായ ഭാവം, പ്രപഞ്ചത്തിൻ്റെ രാജ്ഞി, ലോകമാതാവ് എന്നൊക്കെ ഭുവനേശ്വരിയെ വിശേഷിപ്പിച്ചു കാണാം. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ഉമാ, ലക്ഷ്മി, സരസ്വതി, മറ്റു ദേവീദേവന്മാർ തുടങ്ങിയവർ ഭുവനേശ്വരിയിൽ നിന്നും ഉടലെടുത്തവരാണ് എന്നാണ് വിശ്വാസം. ദേവീ മാഹാത്മ്യം, ദേവീ ഭാഗവതം, ചില താന്ത്രിക ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ ഭുവനേശ്വരി ദേവിയെ സ്തുതിക്കുന്നതാണ്. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി തുടങ്ങിയ നാമങ്ങളാൽ ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കപ്പെടുന്ന ദേവി ഭുവനേശ്വരി ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവീ മാഹാത്മ്യത്തിലെ പ്രസിദ്ധമായ നാരായണീ സ്തുതി എന്ന 11ാം അധ്യായത്തിൽ ബാലാര വിദ്യുതി മിന്ദു കിരീടം എന്നു തുടങ്ങുന്ന 4 വരി ധ്യാന ശ്ലോകം ഭുവനേശ്വരി സ്തുതിയാണ്. അതിൽ എല്ലാവിധ ഭീതികളും ആപത്തുകളും പ്രതിസന്ധികളും അകറ്റി ഐശ്വര്യപ്രദാനം ചെയ്യുന്ന ഭഗവതിയാണ് ഭുവനേശ്വരി എന്ന് കാണാം. മറ്റെല്ലാ ദേവീരൂപങ്ങളും ഭുവനേശ്വരിയുടെ വിവിധ ഭാവങ്ങളാണ് എന്നാണ് വിശ്വാസം. ഭഗവതി ഭക്തർ സ്ത്രീകൾക്ക് ബഹുമാനവും തുല്യ അംഗീകാരവും നൽകേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. സ്ത്രീകളിൽ ഭഗവതി വസിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിൻ്റെ ഒരു കാരണം. ഒരു സാഹചര്യത്തിലും ഭഗവതി ഉപാസകർ സ്ത്രീകളോട് അപമര്യാദയായി ഇടപെടാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട്. സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്ന ഇടയിൽ അഭിവൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിൻ്റെ കാരണം ഇതാണ്. ആദിപരാശക്തി, സർവേശ്വരി, മഹാമായ, ജഗദംബ, നാരായണി, കാർത്യായനി, ശിവശക്തി, മഹാവിദ്യ, മഹാരാത്രി, മഹാദേവി, രാജരാജേശ്വരി, മഹേശ്വരി, പരമേശ്വരി, നാരായണി, ഉമ, ലളിത, ഭവാനി, ദുർഗ, കാളി, മഹാഭഗവതി, ഭൈരവി, മഹാലക്ഷ്മി തുടങ്ങിയ നാമങ്ങൾ ഭുവനേശ്വരിയുടെ പര്യായങ്ങളാണ്. വെള്ളിയാഴ്ച, പൗർണമി തുടങ്ങിയ പ്രധാന ദിവസങ്ങൾ, നവരാത്രി, തൃക്കാർത്തിക, പൗർണമി തുടങ്ങിയ അതിപ്രധാനമാണ്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന പൗർണമി ദിവസം ഭുവനേശ്വരി ദുർഗയായും അമാവാസി ദിവസം കാളിയായും സങ്കല്പിക്കപ്പെടുന്നു. നവരാത്രി വ്രതം, പൗർണമി വ്രതം തുടങ്ങിയവ ഭുവനേശ്വരി പ്രധാനമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരവും ശാക്തേയ സമ്പ്രദായപ്രകാരവും ദേവി ആദിപരാശക്തി അല്ലെങ്കിൽ ദുർഗ, പരമേശ്വരി എന്നും അറിയപ്പെടുന്നു. അതായത് ആദിശക്തിയുടെ ആദ്യകാല രൂപങ്ങളിലൊന്ന് ത്രിഭുവനങ്ങളുടെ ഈശ്വരിയാണ് ഭുവനേശ്വരി. മണിദ്വീപ് വാസിനിയായ ഭഗവതി, അനന്തമായ ഈ പ്രപഞ്ചം ഭഗവതിയുടെ ശരീരമാണ്. ഭുവനങ്ങളിലെ ജീവജാലങ്ങൾ ദേവിയുടെ ആഭൂഷണങ്ങളാണ്. കാലവും ദേശവും ഭുവനേശ്വരിയിലാണ് നിലനിൽക്കുന്നത്. കാലരൂപിണിയായ മഹാകാളിയും ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ചരാചരങ്ങളുടെ രാജ്ഞിയായ ത്രിപുരസുന്ദരിയും ഭുവനേശ്വരി തന്നെ. കാളി ക്രിയാശക്തിയാണ്, ഭുവനേശ്വരി ഇച്ഛാശക്തിയാണ്. ത്രയംബകൻ
ഭുവനേശ്വരൻ ആയ ശിവനാണ് ഭർത്താവ്. ദേവി മണിദ്വീപം എന്ന വിശുദ്ധ ലോകത്തിൽ ശ്രീ ചക്രരാജം എന്ന സിംഹാസനത്തിൽ സദാശിവ ഫലകത്തിൽ ശിവന്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന മഹാരാജ്ഞിയാണ് ലക്ഷ്മിയും സരസ്വതിയും. ദേവിയെ സേവിക്കുന്നു. ബ്രഹ്മാദി സകല ദേവകളും ഭുവനേശ്വരിയെ സ്തുതിക്കുന്നു. ശിവശക്തിയാണ് ഐക്യരൂപിണിയായ ഈ ഭഗവതിയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത് എന്ന് ദേവീ പുരാണങ്ങൾ, ശൈവ പുരാണങ്ങൾ തുടങ്ങിയവയിൽ കാണാം. ശാക്തേയ വിശ്വാസപ്രകാരം കൗളമാർഗത്തിൽ പഞ്ചമകാരകങ്ങളായ മത്സ്യം, ഭക്ഷ്യയോഗ്യമായ മാംസം പൂവൻകോഴിയുടേത്, മധു, മൈഥുനം, മുദ്ര എന്നിവ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് കാരണമാകും എന്നാണ് ആചാരം. ഇക്കാരണത്താൽ ഭഗവതിക്ക് സസ്യേതര ഭക്ഷണം നിവേദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷ്യയോഗ്യമായ കോഴി, മത്സ്യം എന്നിവ കറിയാക്കിയോ അല്ലാതെയോ നിവേദിച്ചു കൊണ്ടുള്ള പൂജകൾ ശാക്തേയ സമ്പ്രദായത്തിൽ കാണാവുന്നതാണ്. എന്നാൽ ഇന്ന് ഇത് പകരമായി കുമ്പളങ്ങ ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ ഭുവനേശ്വരി ദേവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര കാര്യങ്ങൾ ഭുവനേശ്വരി ദേവിയെക്കുറിച്ച് പറയാനായിട്ട് ഉണ്ട്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ ഭുവനേശ്വരി ദേവി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ ഭുവനേശ്വരി ദേവിക്ക് ഉള്ള ഇഷ്ടപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ദേവീ ദേവന്മാരെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമേ തന്നെ വീഡിയോ കാണുന്നതിന് തൊട്ടു മുമ്പായി ഭുവനേശ്വരി ദേവിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഭുവനേശ്വരി എന്ന് ആദ്യമേ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനിയും ഇതുപോലെ നല്ല നല്ല കഥകളും നിങ്ങൾക്ക് അറിയേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവരോടും വളരെയധികം നന്ദി. നമസ്തേ.